വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ, അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ലഹരി? ലഹരിയുടെ ഡെഫിനിഷൻ എടുത്ത് നോക്കണം. എന്തൊന്നാണോ നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നത്, വീണ്ടും വീണ്ടും കാണാനും ഉപയോഗിക്കാനും തോന്നിക്കൊണ്ടേയിരിക്കുന്നത്, അതൊക്കെയും ലഹരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ വായന ലഹരിയാണ്, ചിലർക്ക് ഫുട്ബോൾ ലഹരിയാണ്, മറ്റു ചിലർക്ക് ക്രിക്കറ്റ് ലഹരിയാണ്, യാത്രകൾ, സംഗീതം, ഇതെല്ലാം തന്നെ ലഹരിയാണ്. പക്ഷെ ഇതെല്ലാം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ലഹരികളാണ്. ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ലഹരി ഒരാൾക്ക് കിട്ടാതെ വരുമ്പോഴല്ലേ സിന്തറ്റിക് ആയിട്ടുള്ള ലഹരി തേടി പോകാനുള്ള സാധ്യതയുള്ളത്. ചില തൈറോയിഡ് പേഷ്യൻസിനെയൊക്കെ കണ്ടിട്ടില്ലേ? അവരുടെ ശരീരത്തിലെ തൈറോയിഡ് ഗ്രന്ഥി ആവശ്യമായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോൾ ശരീരത്തിന് ആവശ്യമായ തൈറോയിഡ് ഹോർമോൺ ഓരോ ദിവസവും സിന്തറ്റിക്കായി ഇങ്ങനെ ഗുളിക രൂപത്തിൽ അവർക്ക് കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ലഹരിയും. പക്ഷെ നാച്ചുറൽ അല്ലാത്ത എല്ലാത്തിനും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അതുപോലെ സിന്തറ്റിക്കായ ലഹരിക്കും വലിയ സൈഡ് എഫക്റ്റുകളുണ്ട്. അത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, അവന്റെ ബന്ധങ്ങളെയും കുടുംബങ്ങളെയും ഭാവിയെയും സ്വപ്നങ്ങളെയും ഒക്കെ നശിപ്പിക്കും. അപ്പോൾ ഓരോരുത്തർക്കും നാച്ചുറൽ ആയിട്ടുള്ള ഓരോരോ ലഹരികൾ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അവനവന് യോജിച്ച ലഹരി കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? അവനവന് തന്നെയാണോ? ഒരിക്കലുമല്ല. അവിടെയാണ് നമ്മൾ ഒല്ലീനീലിന്റെ കഥയുടെ ബാക്കി കേൾക്കേണ്ടത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചെറുപ്പത്തിൽ ഒല്ലീനിയിൽ പഠിച്ച സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. ആ സംഗമത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒല്ലീനിയിൽ പലതവണ കരയിപ്പിച്ചിട്ടുള്ള ഗ്രാഡി ടീച്ചർ വന്നൊരു വെളിപ്പെടുത്തൽ നടത്തി. ഒല്ലീനിയിൽ ആകെ ഞെട്ടിത്തരിച്ചുപോയി. കാരണം ഒല്ലീനിയിൽ ഏറ്റവും ആദ്യമായിട്ട് ആ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം മോഷ്ടിക്കുന്നത് നേരിട്ട് കണ്ടൊരാളാണ് ഗ്രാഡി ടീച്ചർ. അന്ന് ഗ്രാഡി ടീച്ചർ അവനെ കയ്യോടെ പിടികൂടിയില്ല, മറ്റു കുട്ടികളുടെ മുന്നിൽ അധിക്ഷേപിച്ചില്ല, അവന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചില്ല. പകരം അവൻ എടുത്തുകൊണ്ടുപോയ പുസ്തകം ഏതാണെന്ന് അന്വേഷിച്ചു. അത് ഫ്രാങ്ക് ഇയർബിയുടെ പുസ്തകമാണെന്ന് മനസ്സിലാക്കിയ ടീച്ചർ തൊട്ടടുത്ത ദിവസം അവന് വേണ്ടി അതേ ഓതറുടെ മറ്റൊരു പുസ്തകം അവിടെ കൊണ്ടുവച്ചു. അത് വായിച്ചു കഴിയുമ്പോൾ വീണ്ടും അതേ ഓതറുടെ മൂന്നാമതൊരു പുസ്തകം, അത് കഴിയുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഓരോ തവണയും ഇങ്ങനൊരു പുസ്തകം കണ്ടെത്തുന്നതിന് വേണ്ടി ഗ്രാഡി ടീച്ചർ 70 മൈൽ അകലെയുള്ള മെംഫിസിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയി, അതും സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചെലവഴിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ ആ ടീച്ചറാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പുസ്തകങ്ങൾ കൊടുത്ത് 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 വായന എന്ന ലഹരിയുടെ അടിമയാക്കി ഒല്ലീനീലിനെ മാറ്റിക്കളഞ്ഞത്. നമ്മുടെ മക്കൾക്കും ആവശ്യമുണ്ട് ഇതുപോലൊരു ഗ്രാഡി ടീച്ചറിന്. നമ്മളായിരിക്കണം നമ്മുടെ കുട്ടികളുടെ ഗ്രാഡി ടീച്ചർ. ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ തമ്മിൽ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യോത്രേ, ഇങ്ങനൊരു സംഗതിയുണ്ട്, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ജീവിതമാകുന്ന ഈ ലഹരി ഉപയോഗിച്ച് നോക്കാത്തത് കൊണ്ടാണ്, ഒരുപക്ഷെ അതിന്റെ രുചി യഥാർത്ഥത്തിൽ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സിന്തറ്റിക്കായ ലഹരി തേടി പോകുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ, ലൈഫ് ഈസ് മോർ ഇൻടോക്സിക്കേറ്റഡ് ദാൻ ഡ്രഗ്സ്. വല്ലാത്തൊരു മയക്കുമരുന്നാണ് ജീവിതം. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.